സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. ഇന്നത്തെ ഈ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്കൊത്തിരി സങ്കടം തോന്നി. മറ്റൊന്നിനെ ഓർത്തല്ല, എന്നെ തന്നെ ഓർത്താണ്. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ, ശരിയാണോ, ഇത് ദൈവത്തിന് നിരക്കുന്നതാണോ? കാര്യം ഇന്ന് യേശു ഒത്തിരി യാത്ര ചെയ്തിട്ട് ഒരു മലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ടൈർ സീതോനിലൊക്കെ നടന്ന് ഗലീലി കടൽ തീരത്തുകൂടി വന്ന് ഒരു മലയുടെ മുകളിൽ വന്നിരുന്നു. ആ സമയത്ത് അവൻ്റെ അടുത്ത് കുറേ മനുഷ്യരെ കൊണ്ടുവന്നു എന്നുള്ള വചനത്തിൽ പറയുന്നത്. മുടന്തര്, വികലാംഗര്, അന്ധര്, ഊമര്, ഇവരെല്ലാവരും കൊണ്ടുവന്നപ്പോൾ യേശു പ്രത്യേകിച്ച് ഒന്നും അവരോട് സംസാരിച്ചില്ല, പ്രത്യേകിച്ച് പ്രസംഗിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കാര്യം കേട്ടൊന്നും വിശദീകരിച്ചിട്ടില്ല. ഇവർ കൊണ്ടുവന്നവരെല്ലാവരും യേശു സുഖപ്പെടുത്തി. അതാണ് വചനത്തിൽ വായിക്കുന്നത്. ഞാൻ ഇത്രയും കാലം തെറ്റിദ്ധരിച്ചിരുന്നത് യേശു മലമുകളിൽ പോയപ്പോഴൊക്കെ യേശു പ്രസംഗിച്ചിരുന്നതാണ്. അല്ല, ചില സ്ഥലങ്ങളിൽ യേശു ഒന്നും വേണ്ടിയിട്ടില്ല. അവൻ്റെ മുമ്പിൽ വന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾക്കൊത്ത് അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ കാൽക്കല്ലിൽ കിടത്തിയപ്പോൾ അവർക്കൊക്കെ സുഖം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ഊമർ സംസാരിക്കുന്നുണ്ടായിരുന്നു, വികലാംഗർ സുഖം പ്രാപിക്കുന്നുണ്ടായിരുന്നു, മുടന്തർ നടക്കുന്നുണ്ടായിരുന്നു, അന്ധര് കാണുന്നുണ്ടായിരുന്നു. എല്ലാ അത്ഭുതങ്ങളാണ്. അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് അവൻ മാറി. ഇനി അങ്ങനെ മാറിയത് മാത്രമല്ല, 3 ദിവസം അവൻ്റെ കൂടെ ഈ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ 3 ദിവസം യേശു പ്രസംഗിച്ചിട്ടുണ്ടാവോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം യേശു അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഈ 3 ദിവസം ശേഷമുള്ളൊരു ഇൻസിഡൻ്റാണ് അടുത്ത പറയുന്നത്. 7 അപ്പവും കുറേ മത്സ്യങ്ങളും അവർക്ക് വിഭജിച്ച് കൊടുത്തു. അങ്ങനെ അവർ തൃപ്തരായി. നോക്കുമ്പോൾ ഈ 3 ദിവസം കൊണ്ട് ഒത്തിരി ടയർഡായിരുന്നു. അവർക്ക് ഫിസിക്കൽ നീഡാണ്, വിശക്കുന്നു. യേശു നോക്കുമ്പോൾ അവർക്കൊക്കെ വിശപ്പാണ്. അവർ ഇത്ര നാൾ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവരെ തീറ്റി പോറ്റാനായിട്ട് യേശു ടെൻഷൻ അടിച്ചു. ശിഷ്യന്മാരുടെ അടുത്ത് നിങ്ങൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചിട്ട് വാ. അങ്ങനെ കയ്യിലുള്ളതും നോക്കിക്കണ്ടതൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് അതിനുവേണ്ടി യേശു അത്ഭുതം ചെയ്തു. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. എത്ര മനോഹരമായിട്ടാണ് യേശുവിനെ മിനിസ്റ്റർ ചെയ്തത്. തൻ്റെ മുമ്പിലിരിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കൊത്ത് അവൻ കാര്യങ്ങൾ ചെയ്തു. എൻ്റെ എപ്പോഴും ഉള്ള സങ്കടം, എൻ്റെ ജനത്തിൻ്റെ ആവശ്യത്തിനൊത്താണോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതോ എൻ്റെ ആവശ്യത്തിനൊത്ത കാര്യങ്ങളാണോ? ദൈവജനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടവനാണ് പുരോഹിതൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിയായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? എൻ്റെ മുമ്പിലെ എനിക്കേൽപ്പിക്കപ്പെട്ട ഒരു ജനത്തെ ഞാൻ നന്നായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് വളർത്തുന്നുണ്ടോ? ആ വളർത്തൽ അവരെ ദൈവത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമുക്കേൽപ്പിക്കപ്പെട്ട ചില മനുഷ്യർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് അവർ ദൈവത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ദൈവത്തിന് നിരക്കുന്നതാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. ബലവാനാം ദൈവമേ, അങ്ങെപ്പോലെ മറ്റാരുമില്ലയേ ആരാധിപ്പാൻ. മതിലുകളെ നിങ്ങൾ തലയുയർത്തിൻ, മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു.
മക്കളെ നിങ്ങൾ തലയുയർത്തിൻ, മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു. വീരനാം ദൈവമേ, ബലവാനാം കർത്തനെ, അങ്ങേ പോലാരാധ്യൻ ആരുമില്ലേ. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ. അങ്ങേ എന്നെന്നും ആരാധിച്ചിടും, തിരുനാമം പാടി പുകഴ്ത്തും. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോനും നീ. അങ്ങേ എന്നെന്നും ആരാധിച്ചിടും, തിരുനാമം പാടി പുകഴ്ത്തും. യാഹിൻ പർവ്വതേ ആർക്കയറും, തൻ തിരുസന്നിധേ ആർവസിക്കും. യാഹിൻ പർവ്വതേ ആർക്കയറും, തൻ തിരുസന്നിധേ ആർവസിക്കും. നീതിയിൻ പർവ്വതം യാഹെന്ന ദൈവം, വിശുദ്ധിയിൻ ഗോപുരം അവനെന്നുമേ. ആരാധനയ്ക്കു യോഗ്യൻ നീ, സ്തുതികളിന്മേൽ വസിപ്പോ